തനി നാടൻ രീതിയിലൊരു മത്തയില തോരനാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഞാനിവിടെ മത്ത ഇലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുവാണ്. ഇതിൻ്റെ ഇലയിൽ അടിവശത്തും മുകളിലും പുറത്തുമൊക്കെ ആയിട്ട് കുറേ പൊടി പൊടി മണലുകളാണ്, മണൽത്തരികൾ പോലെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7-8 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടയിലോ അങ്ങനെ തോർത്തിയെടുക്കണം. വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തോർന്ന് വന്നോളും. പെട്ടെന്ന് തന്നെ വെള്ളം തോർന്ന് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഇലയും എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഉടയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിങ്ങനെ അരം പോലെ ഇരിക്കുവാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തും അടിയിലുമൊക്കെ. എന്നിട്ട് അതിൻ്റെ അടിവശത്ത്, ഇലയുടെ അടിവശത്ത് ഒരു ചെറിയ നാര് പോലെ നമ്മളിങ്ങനെ അടർത്തിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇളകി വരും, വലിയ പാടൊന്നുമില്ല. പിന്നെ ഒരു 3-4 ആയിട്ട് പിച്ചി കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ഒരു ഇല എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഇല എടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കശക്കി ഉടച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു തണ്ട് ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഒരു നാര് പോലെ ഇരിക്കുന്നത്, പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് അതങ്ങ് മാറ്റിയതിന് ശേഷം ഇല ഇങ്ങനെ ഒരു 2-3 ആയിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചി കീറിയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. കാരണം നമുക്കിത് അരിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മൊത്തം അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് ഇത്രയും നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ കൂട്ടിപ്പിടിച്ചൊന്ന് ചുരുട്ടിയൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് നല്ല കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിയണമെങ്കിൽ വിരലറ വേണം എനിക്ക്. അതുകൊണ്ട് ഞാനതങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതില്ലാതെ അരിയുന്നവരും കാണും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫുള്ള് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബേസിൻ നിറയെ ഇരിക്കുന്നതൊന്നും കാണണ്ട. ഇത് വാടി വരുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ. വളരെ പോഷകപ്രദമുള്ളൊരു സാധനമാണ് ഈ മത്തയില എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കണം. കയ്യിൽ ഉപ്പ് വെച്ച് നന്നായിട്ട് തിരുമ്മി എടുക്കണം. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും ആ ഉപ്പ് പിടിക്കത്തുള്ളൂ. പിന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇലക്കറികളിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വളരെ കുറച്ചൊരു 1/2 ടീസ്പൂണൊക്കെ മുഴുവൻ ഉഴുന്നിട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില വേണ്ട കേട്ടോ ഇലക്കറികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഉഴുന്ന് പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയില്ലേ, പച്ചരിയോ പുഴുക്കലരിയോ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണേ. ഇനി ഇത് പതുക്കെ ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ചേക്കണം. ഒരു 5 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ജീരകം വേണ്ട, ഇലക്കറികൾക്ക് ജീരകം ചേർക്കൂല. നമ്മൾ ആകപ്പാടെ ജീരകം ചേർക്കുന്നത് മധുരച്ചീരയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേലിച്ചീര എന്നൊക്കെ പറയത്തില്ല അതിന്. അപ്പം നമ്മൾ ആ അരപ്പം കൂടി ഇട്ട് കുറച്ച് ഒരു വെള്ളം കൂടി ഒന്ന് തളിച്ചിട്ട് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല ഇപ്പം അത്യാവശ്യം പകുതി മുക്കാലുമൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അടപ്പ് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികൾ കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏതായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചച്ചീരയും ചുവന്ന ചീരയും അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇതേപോലത്തെ മത്തയിലയോ അല്ലെങ്കിൽ പയറിൻ്റെ ഇലയോ കോവലിൻ്റെ ഇലയോ പിന്നെ അതുപോലെ പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയോ അതൊക്കെ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. മധുരച്ചീരയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് സ്പൂണിൻ്റെ അല്ലെങ്കിൽ തവിയുടെ ചുവട് ഭാഗം കൊണ്ട് നമ്മൾ ചിക്കി തോർത്തിയെടുത്താൽ എല്ലാം ഒരുപോലെ നന്നായിട്ട് കിട്ടും. ഇനി ഇത് വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണേ. നമ്മൾ തോരനൊക്കെ വെക്കുമ്പം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഉപ്പും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ മത്തയില തോരനും ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.